നന്ദു, നിങ്ങളുടെ പാർട്ടിയുടെ കറുത്ത കരങ്ങളാണോ ഇതിന് പിന്നിൽ? ശ്രീ ജലീൽ ആരോപിച്ചിരിക്കുന്നത് അതാണെന്ന് ഞാൻ സംശയിക്കുന്നു. അല്ല, ഇതിനകത്ത് ശ്രീ ജലീലിന് ഇതിനപ്പുറം മറ്റൊന്നും പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള നിരീക്ഷണങ്ങളെ നമ്മൾ പൊതുവേ ഒന്ന് വിലയിരുത്തിയാൽ ഇതിൽ സർക്കാരിനും അതേപോലെ തന്നെ ദേവസ്വം ബോർഡിനും യാതൊരു തരത്തിലുള്ള ന്യായീകരണങ്ങളും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. താങ്കളുടെ ഹെഡ്ലൈനിൽ താങ്കൾ ചോദിച്ചതുപോലെ തന്നെ കള്ളൻ കപ്പലിലോ എന്നുള്ളത് മാത്രമല്ല, ആ അയ്യപ്പൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് തുടങ്ങി അയ്യപ്പൻ്റെ സന്നിധി വരെയുള്ള മുഴുവൻ ഭാഗങ്ങളിലും ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനകത്ത് മുഴുവൻ വലിയ രീതിയിലുള്ള കള്ളന്മാരും പെഴിച്ചാഴികളുമാണ് ഇരിക്കുന്നത് എന്ന് കോടതി ഇന്ന് പറയാതെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയോ എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയില്ല. പക്ഷേ അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പെട്രോൾ ആവിയായി പോകുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് സ്വർണം ആവിയായി പോകുന്നു എന്നുള്ള ഒരു കാര്യം കേൾക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ വളരെ കൃത്യമായി കോടതിയുടെ ഈ വിഷയത്തിലുള്ള സംശയം പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ കോടതി അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുന്നത്? ഇപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് 10 വർഷം വരെ ഈ പറയുന്ന അദ്ദേഹം കൊടുത്തിട്ടുള്ള ഈ പറയുന്ന അയ്യപ്പന് സമർപ്പിച്ചിട്ടുള്ള ആ സമർപ്പണത്തെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ അതിനെ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോകാനും കൊടുക്കാനുള്ള ബൈലോ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഗുരുവായൂരിൽ താറൊക്കെ സമർപ്പിക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്, താർ കാറൊക്കെ. നാളെ ഒരാൾ ഇത് സമർപ്പിച്ച ആളൊന്ന് ഫാമിലിയായിട്ട് ഗുരുവായൂരിൽ വരുമ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാൻ ആ കാർ ആവശ്യപ്പെട്ടാൽ ഈ പറയുന്ന സർക്കാരിന് അല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് ആ കാർ കൊടുക്കേണ്ട ഗതികേട് വരില്ലേ? അപ്പോൾ ഇതൊന്നും അല്ല യാഥാർത്ഥ്യമെന്ന് അദ്ദേഹത്തിനും അറിയാം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന CPM-കാർക്കും അറിയാം, ഈ വിധി വന്നിട്ടുള്ള ഈ വിധിയെ പഠിച്ചിട്ടുള്ള ഈ പറയുന്ന ദേവസ്വം ബോർഡിനും അറിയാം. പക്ഷേ ഇതിനെ എന്തെങ്കിലും ഒരു പുകമറ സൃഷ്ടിച്ച് കുറേ നേരം BJP, RSS ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അദ്ദേഹം പറയുന്നു അയ്യപ്പനെ കുറിച്ചുള്ള ഞങ്ങൾക്ക് അല്ലെങ്കിൽ BJP-കാർക്ക് അയ്യപ്പനെ കുറിച്ചുള്ള ചിന്ത തുടങ്ങുന്നത് 2018 വിധി വന്നതിന് ശേഷമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, ഞങ്ങൾക്ക് 2018 വിധി വന്നപ്പോഴെങ്കിലും അങ്ങനെ തുടങ്ങി എന്ന് വിചാരിക്കാം. താങ്കൾക്ക് തുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ മുഴുവൻ CPM-ൽ നിന്ന് പൊളിഞ്ഞു പോവുകയും നിങ്ങളുടെ അടിത്തറ വരെ പൊളിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോഴല്ലേ നിങ്ങൾക്ക് ഈ സമുദായത്തെക്കുറിച്ചും ഈ സമൂഹത്തെക്കുറിച്ചും NSS-നെ കുറിച്ചും SNDP കുറിച്ച് പോലും താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും താങ്കളുടെ മുന്നണിക്കും ഓർമ്മ വന്നത്? നിങ്ങളൊരു കാലത്ത് മാടമ്പിത്തരം കാട്ടണ്ട എന്ന് പറഞ്ഞ സുകുമാരൻ നായരെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾ വളരെ വാദോരാതെ സംസാരിക്കുന്നത്. ഞങ്ങൾക്കതിൽ വിരോധമില്ല. കാരണം ഞങ്ങൾ ഒരു സമൂഹത്തെയും ഒരു സമുദായ സംഘടനയുടെ നേതാവിനെയും ഞങ്ങൾക്കെതിരായ ഒരു നിലപാട് പറഞ്ഞാൽ ഉടനെ അവരെ മാടമ്പി എന്നും അല്ലെങ്കിൽ പോപ്പെന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. കള്ള് വ്യവസായി എന്നൊക്കെ നിങ്ങൾ SNDP-യുടെ നേതാവിനെയൊക്കെ വിളിച്ചതൊന്നും ഈ പൊതുസമൂഹം മറന്നുപോയിട്ടില്ല. അത് മറന്നുപോയി എന്ന് നിങ്ങൾ ധരിക്കേണ്ടതുമില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു തന്ത്രമാണ്, നിങ്ങളുടെ ഒരു നറേറ്റീവാണ് എന്ന് കേരളത്തിലെ ബുദ്ധിയുള്ള ജനതയ്ക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ കേരളത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടും. ഇവിടെ എന്താണ് വിഷയം? ഇവിടെ നേരത്തെ VHPയുടെ നേതാവ് അദ്ദേഹം സൂചിപ്പിച്ചു, പമ്പയിലെ ഒരു കല്ലനക്കുന്നത് മുതൽ ഇന്ന് ശബരിമല സന്നിധാനത്തെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതിന് വരെ കോടിക്കണക്കിന് രൂപയാണ് പിൻവാതിലിലൂടെ എഴുതിയെടുത്തുകൊണ്ട് ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ദേവസ്വം ബോർഡ് നടത്തുന്ന അഴിമതിയെക്കുറിച്ച്. ഈ അഴിമതിയെക്കുറിച്ച് സുതാര്യമായൊരു അന്വേഷണം വേണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് കേരളത്തിലെ പൊതുസാമാന്യ ജനവും ഭക്തജനങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെ അദ്ദേഹം പറയാണ്, ശരി, നിങ്ങളുടെ വാദം ഞങ്ങളൊരു നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടെങ്കിലും ഞങ്ങൾ സമ്മതിക്കാൻ തീരുമാനിച്ചാൽ, നേരത്തെ താങ്കൾ ചോദിച്ച അതേപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒക്കെ നേതാക്കൾ ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ആരാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി? നിങ്ങൾ ഈ പറയുന്ന അറ്റകുറ്റപ്പണിക്ക് നിങ്ങൾ ബൈലോ പ്രകാരമാണ് കൊടുത്തതെങ്കിൽ ആ ബൈലോ പ്രകാരം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ തനത് രജിസ്റ്ററിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഭഗവാന് കിട്ടുന്ന എല്ലാ കാണിക്കയും അവിടെ ഒരു രജിസ്റ്ററിൽ, ഇൻവേർട്ട് രജിസ്റ്ററിൽ അത് ഉൾപ്പെടുത്തണമെന്നാണ് കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പറയുന്നത്. അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം എങ്ങനെയാണ് സ്പെഷ്യൽ കമ്മീഷണർ, അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു വിധി തന്നെയുണ്ട്, ദേവസ്വം ബെഞ്ചിൻ്റെ ഒരു വിധി തന്നെയുണ്ട്. അതായത് ദേവസ്വം ബെഞ്ചും അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫീസറും അറിയാതെ, സ്പെഷ്യൽ കമ്മീഷണറും അറിയാതെ ഇത്തരം അറ്റകുറ്റപ്പണിക്കോ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഭഗവാന് കിട്ടിയിട്ടുള്ള ഒരു കാണിക്കയും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന നിലവിലുള്ള വിധി നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ദേവസ്വം ബോർഡിനും നിങ്ങളുടെ ദേവസ്വം പ്രസിഡന്റിനും നിങ്ങളുടെ ദേവസ്വത്തിലെ ജീവനക്കാർക്കും ഇത്തരത്തിൽ ഒരു രേഖയുമില്ലാതെ ഇങ്ങനെ ഒരാൾക്ക് ഇത് കൊടുത്തു? നിങ്ങൾ ശരി, സ്പോൺസർ നിങ്ങൾ കൊടുത്തു എന്ന് തന്നെ നമ്മൾ വാദത്തിന് അംഗീകരിച്ചാൽ പോലും എങ്ങനെയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? അപ്പോൾ നിങ്ങളിത് ഏതെങ്കിലും തരത്തിൽ ഇതിനെ അടിച്ചു മാറ്റാനുള്ള ഒരു പരിശ്രമത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും ദേവസ്വത്തിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരും സർക്കാരിൻ്റെ ഇംഗിതക്കാരായിട്ടുള്ള ജീവനക്കാരും പ്രതിയല്ലേ എന്ന് സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ ചോദിച്ചാൽ
അതിനെന്താണ് LDFന്റെ മറുപടി? അതിന് നിങ്ങൾക്ക് ഒരു മറുപടിയും പറയാനില്ല. അതിനിങ്ങനെ നിങ്ങൾ BJP, RSS, ഒത്തുകളി എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങളുടെ അയ്യപ്പ ഭക്തി എന്താണ് എന്ന് കേരളത്തിലെ സാമാന്യ ജനത തെരുവിലറിഞ്ഞതാണ്. ഞാൻ പറയുന്നത് നിങ്ങളെ റെക്കോർഡിംഗ് TV-യിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പൊതു മാധ്യമത്തിലോ കണ്ടിട്ടല്ല, അറിഞ്ഞതാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചവരുടെ വായിലും വയറ്റിലും ചവിട്ടിയ പോലീസ് അത് ഇടതുപക്ഷത്തിൻ്റെ പോലീസാണ് എന്ന് കേരളത്തിലെ സാമാന്യപ്പെട്ട ഭക്തർക്ക് അറിയാമെന്നേ. നിങ്ങൾ എത്രയൊക്കെ അയ്യപ്പ സംഗമം നടത്തിയാലും കേരളത്തിലെ സാമാന്യ പൊതുജനത്തിന്, സാമാന്യ ഈ പറയുന്ന ഭക്തജനങ്ങൾക്ക് അറിയാം നിങ്ങളുടെ നിലപാട് എന്താണ്, നിങ്ങൾക്ക് ഇതിനകത്തുള്ള താല്പര്യങ്ങൾ എന്താണ്. അത് സാമ്പത്തികമാണെന്നും നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള താല്പര്യങ്ങളാണെന്ന് കേരളത്തിലെ സാധാരണപ്പെട്ട എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇനി VHPയുടെ നേതാവ് ഉയർത്തിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ടേക്കപ്പ് ചെയ്തുകൊണ്ട് LDFന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നു. ഈ പറയുന്ന ധനലക്ഷ്മി ബാങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെയും നിങ്ങളുടെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നവരുടെയും ഒക്കെ ബന്ധുക്കൾക്ക് എങ്ങനെയാണ് നിയമനം കിട്ടിയത്? അത് പാർട്ടി വഴിയാണോ കൊടുത്തത്, അതോ ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ റെക്കമെൻഡേഷൻ വഴിയാണോ കൊടുത്തത്? ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല കരാർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ എന്തർത്ഥത്തിലാണ്, ഏത് രീതിയിലാണ് കൊണ്ടുവരുന്നത്? വെറുതെ ഇപ്പം നമുക്ക് കേരളത്തിൽ CPM-ൻ്റെ ഒരു ശൈലി ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ നടക്കാത്ത പൊങ്കാലയ്ക്ക് കാശ് പറ്റിച്ച മേയറെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ സാനിറ്റൈസേഷൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് 1000 പേരെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അവർ ടൂത്ത് പേസ്റ്റിനും ബ്രഷിനും ഒക്കെ എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ശൈലിയാണ്, CPM-ൻ്റെ പൊതു ശൈലിയാണ് ഇതൊക്കെ എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി വളരെ കൃത്യമായി ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് അറിയേണ്ട 2 ചോദ്യങ്ങളുടെ ഉത്തരം LDFന്റെ പ്രതിനിധി പറയണം. അതിലൊന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളുടെ പിറകിലുള്ളയാൾ? ആര് പറഞ്ഞിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്ക് ചുമതലപ്പെടുത്തിയത് ദേവസ്വം ബോർഡ്? അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ആരാണ്, അത് ആര് വഴിയാണ് നിങ്ങളിത് ചുമതലപ്പെടുത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ബിഹൈൻഡ് ദ കർട്ടൻ കളിക്കുന്ന ആൾ ആരാണ് എന്ന് അയ്യപ്പൻ തന്നെ നമുക്ക് കാട്ടിത്തരും. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ, അത് ഞാനിന്ന് അന്വേഷിച്ചപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, അത് സംസാരിച്ചത് രഹസ്യമാക്കി വെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ക്രൈറ്റീരിയ, ഇദ്ദേഹം തിരുവോണത്തിന് സന്നിധാനത്ത് അദ്ദേഹമാണ് സദ്യ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചതെന്നാണ് പറഞ്ഞത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭഗവാൻ അയ്യപ്പനെ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പോൾ തിരുവോണത്തിന് സദ്യ കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും ഈ പീഠം കൊടുത്ത് വിടുമെങ്കിൽ നാളെ തൊട്ട് തിരുവോണത്തിന് സദ്യ കൊടുക്കാൻ ഒരുപാട് പേരുണ്ടാവും, അവർക്കെല്ലാം പീഠം കൊടുത്തു വിടേണ്ടി വരില്ലേ? അപ്പോൾ ഇതൊന്നുമല്ല, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അഴിമതിയുണ്ട്. ഇന്ന് ഈ പറയുന്ന കോടതികൾ തന്നെ, ഹൈക്കോടതിയുടെ ഈ പറയുന്ന ദേവസ്വം ബെഞ്ച് തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ അന്വേഷണം നിങ്ങൾ ഒരിക്കലും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിലല്ല നടത്തേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമായിട്ടല്ല, അവിടുത്തെ ജീവനക്കാർക്ക് ഇടയിൽ ഇത്തരത്തിലുള്ള അഴിമതിക്കാരുണ്ട്, അവിടുത്തെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നവരിൽ ഇത്തരത്തിലുള്ള അഴിമതിക്കാരുണ്ട്. ഇതിൽ വലിയൊരു ദല്ലാളന്മാരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം എന്നുള്ള നിലയ്ക്കാണ് കോടതികൾ ആ വിധി പറയുമ്പോൾ, അല്ലെങ്കിൽ കോടതികൾ അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നിരീക്ഷണങ്ങൾ, ഇതിനെയൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇദ്ദേഹം ഇവിടെ വന്നിരുന്നത് ഇതിനെ ന്യായീകരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ദേവസ്വം ബോർഡ്, താങ്കൾ പറഞ്ഞല്ലോ പരമപരിശുദ്ധനാണല്ലോ താങ്കളുടെ ദേവസ്വം ബോർഡ്, താങ്കൾ പറഞ്ഞത് ഇത് PS പ്രശാന്തിന് എന്തിനാണ് നിങ്ങൾ ഈ ദേവസ്വം ബോർഡ് വകുപ്പ് കൊടുത്തത്? ഈ UDF-ൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നെടുമങ്ങാടിൽ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം കൂടുമാറി നിങ്ങളുടെ കൂട്ടത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ സാധിക്കില്ല, കാരണം അദ്ദേഹം ജനപ്രതിനിധിയല്ല. അപ്പോൾ അദ്ദേഹത്തിന് കൈയിട്ട് വരാൻ കൊടുക്കുന്ന കണക്കിനുള്ള ഒരു വകുപ്പ് കൊടുക്കണം. ആ വകുപ്പായിട്ട് നിങ്ങൾ കൊടുത്തതാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡ് എന്ന് കേരളത്തിലെ എല്ലാ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ പ്രീതിപ്പെടുത്താനാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് ഒരു ഇടി ഇടിച്ചിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കേണ്ടത് അങ്ങനെയല്ല എന്ന ബോധ്യമുള്ള ആൾ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളെ പ്രീതിപ്പെടുത്തണം, പിണറായി തമ്പുരാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഈ ബോർഡിനകത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിടുവേലയാണ് ചെയ്യുന്നത് എന്നാണ് കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിങ്ങൾ ഇത് കൊടുത്തപ്പോൾ ഈ പറയുന്ന രേഖകളിലൊന്നും വന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ ദേവസ്വം ബോർഡ് ഒരു കഴിവുകെട്ട ദേവസ്വം ബോർഡല്ലേ? ആ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും കഴിവുകെട്ടവരല്ലേ? അങ്ങനെ കഴിവുകെട്ടവരാണോ, കഴിവില്ലാത്തവരാണോ ഇത്തരത്തിൽ തൻ്റെ വകുപ്പിലും തൻ്റെ ബോർഡിലും നടക്കുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്തവരും കെൽപ്പില്ലാത്തവരുമാണ് ഈ പദവികളിൽ ഇരിക്കുന്നത് എങ്കിൽ അവരെ പുറത്താക്കി ഈ പറയുന്ന ബോർഡിനെയും മന്ത്രിസഭയിലെ ദേവസ്വം വകുപ്പിനെ ശുദ്ധീകരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? ഈ കഴിവുകെട്ടവന്മാരെ പുറത്തു നിർത്താൻ
കേരളത്തിലെ LDF തയ്യാറുണ്ടോ? 2 ചോദ്യങ്ങളാണ് ഞാൻ ഉയർത്തിയത്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിന്റെ പിന്നിലെ പ്രേരണാദായകനായിട്ടുള്ള ആൾ ആരാണ്? 2, കഴിവുകെട്ട ഈ ദേവസ്വം ബോർഡ് മന്ത്രിയെയും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും പുറത്തു നിർത്താൻ LDFന് ഇവിടുത്തെ വിശ്വാസികളോട് എന്തെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പുറത്തു നിർത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ 2 ചോദ്യം നിങ്ങൾ പറയും, അല്ലാതെ വെറുതെ ആരോപണങ്ങളല്ലല്ലോ വരേണ്ടത്.